ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? ഞാൻ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റു. മീനുട്ടിന് സ്കൂളിൽ പോകേണ്ട ദിവസമായതുകൊണ്ട് കുറച്ച് നേരത്തെ എഴുന്നേറ്റു കേട്ടോ. നേരത്തെ എഴുന്നേറ്റ് കുളിച്ചു, വിളക്കെല്ലാം കത്തിച്ചു. അതിനുശേഷം ഇന്ന് രാവിലെ ഞാൻ ഇഡ്ഡലിയാണ് ഉണ്ടാക്കി. ഇഡ്ഡലി സാമ്പാറുമായിരുന്നു. അപ്പം മീനുട്ടിന് ഇഡ്ഡലിയേ ഇഷ്ടമല്ല. ഇപ്പോൾ നേരത്തെയൊക്കെ ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം എന്താണെന്ന് അറിയത്തില്ല, മീനും ഇഡ്ഡലി കഴിക്കത്തില്ല. ഇഡ്ഡലി ഇവിടെ കടിച്ചെന്നാണ് തോന്നുന്നത്, എനിക്കറിഞ്ഞുകൂടാ. അപ്പം ഞാൻ നല്ല അടിപൊളിയായിട്ടൊരു സാമ്പാറും ഉണ്ടാക്കി ഇഡ്ഡലിയും ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ എന്നോട് ഒന്ന് പറഞ്ഞു എനിക്ക് ദോശ വേണമെന്ന്. അപ്പം കുറച്ച് മാവ് ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. ഒരു 2-3 ദിവസത്തേക്ക് ചേർത്ത് തന്നെ അരച്ച് വയ്ക്കുക. അപ്പോൾ ഇഡലിയുടെ ബാക്കി കുറച്ച് മാവുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 2 ദോശ ഉണ്ടാക്കി ഞാൻ മീനോട്ടനും കൊടുത്തു. അപ്പോൾ അവളെന്നോട് പറഞ്ഞു ചമ്മന്തി വേണമെന്ന്. അപ്പോൾ ഒരു ചമ്മന്തി ഒരു ഓംപ്ലേറ്റും കൂടെ ഉണ്ടാക്കി അവൾക്ക് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ കാപ്പിയെല്ലാം കുടിച്ചു. അങ്ങനെ കുറേ ടൈമെല്ലാം അങ്ങനെയൊക്കെ പോയത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊക്കെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിരുന്നു കേട്ടോ. അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് പാടെ അങ്ങ് ക്ഷീണിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം എല്ലാം കിടന്ന് കഴിഞ്ഞപ്പോൾ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് കഴുകാൻ ഓർത്തത്. മീനൂട്ടൻ്റെ ഫ്രൈ പാനാണ്, ഒരു കുഞ്ഞ് ഫ്രൈ പാനാണ്. ഇതിൻ്റെ അകത്ത് മുട്ട ബുൾസയൊക്കെ മീനൂട്ടൻ തന്നെ കുക്കിംഗ് ചെയ്യുന്ന ഫ്രൈ പാനാണ്. അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട് അതെൻ്റെ ഫ്രൈ പാനാണ്, സൂക്ഷിച്ച് കഴുകണം. അതിൻ്റെ അകത്തെ ഒരു സംഭവം ഇല്ലയോ, അതൊന്നും ഇളക്കി കളയില്ലെന്നൊക്കെ പറയുന്നുണ്ട് ആശാട്ടി അവിടെ നിന്നുണ്ട്. അതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് കുറേ തുണികളുണ്ടായിരുന്നു മെഷീൻ്റെ അകത്ത്. അതെല്ലാം കൂടെ അവിടെ വിരിച്ചിട്ടു കേട്ടോ. അവിടെ ഉണങ്ങി കിടന്ന തുണികളെല്ലാം കൂടെ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടോ. അയ്യോ, അപ്പോഴത്തേക്ക് ഞാൻ മടുത്തു. മണ്ടയ്ക്ക് പോകാനും വരാനും ഇച്ചിരി ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ എന്നിട്ട് എന്തെടുത്തു, അപ്പോൾ നമുക്കിന്ന് കുറച്ച് പനീറുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് എന്നാൽ വൈകിട്ടത്തേക്ക് ഇതുണ്ടാക്കുകയാണെങ്കിൽ വൈകിട്ടത്തേക്ക് ചപ്പാത്തിക്കും കൂടെ കഴിക്കാമെന്ന് ഓർത്തു. പക്ഷേ പനീർ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാകും കേട്ടോ. പനീർ ഒരുവിധപ്പെട്ടവർക്ക് ആർക്കും പനീർ ഇഷ്ടമല്ല അല്ലേ. എനിക്കും ആദ്യമൊന്നും എനിക്കിഷ്ടമല്ലായിരുന്നേ. കാരണം ഇത് ഞാൻ വറക്കാതെയാണ് ഉണ്ടാക്കിയത്. ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കിയാൽ മാത്രമേ ഇതിന് നല്ല ടേസ്റ്റ് ഉള്ളൂ, ഇല്ലെങ്കിൽ ഒരു ചുവ കാണും. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ നെയ്യുടെയും പാലിൻ്റെയൊക്കെ ടേസ്റ്റ് ഉള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എന്നിട്ട് അതെല്ലാം കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് ഒരു 5 മിനിറ്റോളം നമുക്കങ്ങ് വയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കുന്നുണ്ട് അതൊന്ന് കടിച്ചേ. നിങ്ങൾ കല്ല് പോലെ ഇരിക്കണം, ഫ്രീസറിൽ ഇരിക്കണമായിരുന്നു. എന്നിട്ട് നമ്മളൊരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് കുറച്ച് എണ്ണ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഏത് എണ്ണ വേണമെങ്കിലും ഒഴിച്ചോളൂ കേട്ടോ. ഇങ്ങനത്തെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ നാക്കുളുക്കി. എന്നിട്ട് നമ്മൾ അത് ചൂടായ ഉടനെ വെളിച്ചെണ്ണയ്ക്കകത്ത് ഒഴിച്ചാൽ ഒരു നാടൻ ടേസ്റ്റ് വരും. അതുകൊണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്കിത് നാടനല്ലല്ലോ വേണ്ടല്ല, വേറൊരു രീതിക്കല്ലയോ. അപ്പം നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഈ പനീരെല്ലാം കൂടെ പെരക്കി അതിൻ്റെ അകത്ത് ഇടണം. ഒന്നുകൂടെ പറയാം, അതിൻ്റെ അകത്ത് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. എന്നിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ അതേ എണ്ണയ്ക്കകത്ത് തന്നെ ക്യാപ്സിക്കവും പിന്നെ കുറച്ച് സവാളയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കൂടെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്താണ് ഞാൻ. പിന്നെ തക്കാളി ഉണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ട് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്ത് ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കണം. ഇഷ്ടമല്ലാത്തവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഇങ്ങനെയൊന്നും നിങ്ങൾ വെച്ച് നോക്കൂ. പിന്നെ നമ്മുടെ സ്വന്തം കറിവേപ്പിലയിൽ നിന്ന് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്ന മുഴുവൻ തെറ്റാണ്, എന്താണെന്നറിയത്തില്ല. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പനീർ ഞാനെടുത്ത് കഴിക്കുന്നതുകൊണ്ട് അങ്ങനെ പകുതിയും തീർന്നിട്ടുണ്ട്. പക്ഷേ നേരത്തെ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സംഭവമായിരുന്നു എന്ന് വെച്ചോണം. പക്ഷേ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ വറുത്ത് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. എന്നിട്ട് ഇത് ഇത്രയും ഈ ഒരു പരുവമൊക്കെ ആയിക്കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് ചിക്കൻ പൊടി അതും കൂടെ നന്നായിട്ടിട്ട് നമുക്ക് വെക്കണം. നമുക്ക് ഈ ഇതങ്ങ് മാറ്റാം കേട്ടോ. ഈ ചട്ടുകം ഇതിൻ്റെ അകത്തിട്ട് വഴറ്റുന്നത് ഇത് ശരിയല്ല. നമുക്ക് മറ്റേ നമ്മുടെ തടിയുടെ അതിടാം കേട്ടോ. എപ്പോഴും എന്നെ ഏട്ടൻ വഴക്ക് പറയാറുണ്ട്. ഇത് പകുതി ആയി കഴിയുമ്പോൾ ഞാനും ഓർക്കും ഇതിങ്ങനെ ഇടല്ലെന്ന്. എന്നിട്ട് ഏതൊക്കെയാലും എളുപ്പത്തിനെടുക്കുന്നതാണ് കേട്ടോ. എളുപ്പം പിന്നെ ഞാനങ്ങ് മാറ്റി ഇതങ്ങ് എടുത്തിട്ട് എന്നിട്ട് ഇതെല്ലാം എന്നിട്ട് പച്ചമണമല്ല, ഈ പൊടികളുടെ പച്ചമണമെല്ലാം മാറിക്കഴിയുമ്പോൾ നമ്മൾ ഈ പനീറും കൂടി എടുത്തിടണം. വെറുതെ വെച്ചുണ്ടാക്കുമ്പോൾ എല്ലാം താഴെ പോവാണ് ഗൈസ്. എന്നിട്ട് നമ്മൾ എണ്ണ എടുക്കുന്നത് കുറച്ച് വെള്ളം ഒഴിക്കണേ. ഒരു പെരളം പരുവമാണ് ആക്കിയെടുക്കണം. അപ്പോഴിങ്ങനെ നമുക്കൊരു ചപ്പാത്തിക്കൊക്കെ മുക്കി കഴിക്കണ്ടായോ ആ ഒരു ഇതിൽ. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്കിങ്ങനെ ഇളക്കി ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് ഒരു സിമ്മിലിട്ട് അടച്ചൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു അരപ്പെല്ലാം കൂടി ഈ പനീറിൻ്റെ അകത്ത് പിടിച്ച് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ഒക്കെ വരും ഗൈസ്. നിങ്ങളിങ്ങനെ വെച്ച് നോക്കൂ. ഇത് എൻ്റെ സ്വന്തം റെസിപ്പിയാണ് കേട്ടോ. ഞാൻ ഇതെവിടെയും കണ്ട് കോപ്പി അടിച്ചല്ല കേട്ടോ. എന്നിട്ട് അങ്ങ് എടുത്ത് കഴിച്ചാലുണ്ടല്ലോ എന്താ ടേസ്റ്റ് എന്നറിയാമോ. എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. അപ്പോൾ തന്നെ ആ ബെല്ലൈക്കനും കമൻറ്റും ലൈക്കും ഒക്കെ ഇടണേ. എന്നാൽ ഓക്കെ, ടാറ്റ, ബൈ ബൈ, സി യു.